ഹലോ എവ്രി വൺ വെൽക്കം ടു ബിടെക് മെഡിസി. ഇന്നത്തെ ഈ സെഷനിൽ നമ്മൾ കൺട്രോൾ സിസ്റ്റത്തിന്റെ 2019 സ്കീമിൽ ഒരു KTU മോഡൽ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. അതിൽ പാർട്ട് എയിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡ്രോ ദ സിഗ്നൽ ഫ്ലോ ഗ്രാഫ് ഫോർ ദ ഫോളോയിങ് algebraic ഇക്വേഷൻസ്. x1 ഈക്വൽ ടു ax0 പ്ലസ് bx1 പ്ലസ് cx2, x2 ഈക്വൽ ടു dx1 പ്ലസ് ex3. അപ്പോൾ നമുക്ക് സിഗ്നൽ ഫ്ലോ ഗ്രാഫ് വരയ്ക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. രണ്ട് സെറ്റ് ഓഫ് ഇക്വേഷൻസ് വന്നിട്ടുണ്ട്. x1 ഈക്വൽ ടു a x0 പ്ലസ് b x1 പ്ലസ് c x2, അതുപോലെ x2 ഈക്വൽ ടു d x1 പ്ലസ് e x3. രണ്ട് സെറ്റ് ഓഫ് ഇക്വേഷൻസ് വന്നിട്ടുണ്ട്. നമുക്ക് സിഗ്നൽ ഫ്ലോ ഗ്രാഫ് ആണ് ഡ്രോ ചെയ്യേണ്ടത്. ഇങ്ങനത്തുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോഴത്തേക്ക് നമ്മൾ x0, ഓക്കെ, ഇപ്പൊ ഇതിനകത്ത് എ ബി സി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എ ബി സി ഡി ഇ എന്നൊക്കെ പറയുന്നത് ഗെയിൻ ആണ്. x0 x1 എന്ന് പറയുന്നത് നോഡാണ്. അപ്പം എത്ര നോഡ്സ് ഉണ്ടെന്ന് നോക്കുക. അപ്പോൾ x0 x1 x2 x3, അത്രയും നോഡ്സ് ഉണ്ട്. അതങ്ങ് മാർക്ക് ചെയ്യുക. x0 x1 x2 x3 ഇത്രയും നോഡ്സ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ആ algebraic ഇക്വേഷൻ നോക്കുമ്പോൾ അറിയാൻ പറ്റും എത്ര നോഡ്സ് ഉണ്ടെന്നുള്ളത്. ഇനി നമുക്കിവിടെ x1ന്റെ ഇക്വേഷൻ ആണ് തന്നിരിക്കുന്നത്. അപ്പം x1 എന്ന് പറയുമ്പോഴത്തേക്ക് x0 കണക്റ്റഡ് ആണ്, x1 ആയിട്ട് കണക്റ്റഡ് ആണ്, x2 ആയിട്ട് കണക്റ്റഡ് ആണ്. അപ്പം എ ബി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഗെയിൻ ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പം ഫസ്റ്റ് x1 എന്ന് വെച്ച് കഴിഞ്ഞാൽ x0 നിന്ന് വരുന്നുണ്ട്. അപ്പോൾ x0 നിന്ന് x1ലേക്ക് വരുന്നുണ്ട്. അതിന്റെ ഗെയിൻ ആണ് എ എന്ന് പറയുന്നത്. ഇവിടെ 0 to 1 ആണ്. അപ്പോൾ 0 to 1 വരുവാണെങ്കിൽ നമ്മൾ ഈ മെയിൻ പാത്തിൽ കൂടെ ഡ്രോ ചെയ്യുക. ഓക്കെ, x0 to x1 0 to 1 മെയിൻ പാത്തിൽ കൂടെ ഡ്രോ ചെയ്യുക. അതിന്റെ ഗെയിന് എ മാർക്ക് ചെയ്യുക. നമ്മൾ ഈ ഒരു ടേം എഴുതി. അടുത്ത x1ലേക്ക് എന്തുണ്ട്? ബി x1 ഉണ്ട്. ഓക്കെ, ബി x1 എന്ന് പറയുമ്പോഴത്തേക്ക് x1 to x1 ആണ്. അപ്പൊ അതൊരു സെൽഫ് ലൂപ്പ് ആണ്. x1 to x1 സെൽഫ് ലൂപ്പ് ആണ്. അതിന്റെ ഗെയിൻ ആണ് ബി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ടേം നമ്മൾ ഡ്രോ ചെയ്തു. ഇനി അടുത്തത് എന്താണ്? അടുത്തത് x1ലേക്ക് സി x2 ആണ്. അപ്പൊ ഇവിടെ x2 to x1 ആണ്. നമ്മളിപ്പോൾ എഴുതുമ്പോൾ 1 2 3 1 to 2 ആണെങ്കിൽ നമ്മൾ ഈ പാത്തിൽ കൂടെ എഴുതും. ഇനിയിപ്പം 2 to 3 അല്ലെങ്കിൽ 3 to 1 അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ ഫീഡ്ബാക്ക് പാത്തായിട്ടാണ് ഡ്രോ ചെയ്യേണ്ടത്. ഇവിടെ തേർഡ് ടേം എന്ന് പറയുമ്പോഴത്തേക്ക് x2 ആണ്. അപ്പോൾ x2 to x1 ആണ്. 2 to 1 ആണ്. 2 to 1 എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഈ മെയിൻ പാത്തിൽ കൂടെ വരയ്ക്കത്തില്ല, ഫീഡ്ബാക്ക് പാത്തായിട്ട് വരയ്ക്കും. 2 to 1 അതിന്റെ ഗെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി ആണ്. അപ്പം ഇതാണ് ഈ x1 ഇക്വേഷൻ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, എന്താ വന്ന x1 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊക്കെ വരുന്നുണ്ട്? x0 എന്ന് വരുന്നുണ്ട്. അതാണ് a ഇൻറ്റു x0 എന്ന് പറയുന്നത് ഈ ടേം. പ്ലസ് അടുത്ത് എന്ത് വരുന്നുണ്ട്? b ഇൻറ്റു x1, അതാണ് ഈ ടേം എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്താണ്? c ഇൻറ്റു x2 എന്ന് വരുവാണ്, c ആണ് ഗെയിന്. നമ്മൾ ഈ പാത്തിൽ കൂടെ വരയ്ക്കാഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 to 1 ആണ്. ഇപ്പൊ 2 to 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ വരയ്ക്കണം. 1 to 2 2 to 3 അങ്ങനെ വരുവാണെങ്കിൽ നമ്മൾ ഈ മെയിൻ പാത്തിൽ കൂടെ വരയ്ക്കുക. തിരിച്ച് 2 to 1 അല്ലെങ്കിൽ 3 to 2 3 to 1 അങ്ങനെ വരുവാണെങ്കിൽ നമ്മൾ ഫീഡ്ബാക്ക് പാത്തിൽ കൂടെ വരയ്ക്കുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ അതിന്റെ സിഗ്നൽ ഫ്ലോ ഗ്രാഫ് വരച്ചു. ഇനി അടുത്ത എന്താണ്? x2 നോഡാണ്. ഈ x2 നോഡിലേക്ക് വരുന്നതിന്റെ ഇക്വേഷൻസ് തന്നിരിക്കുന്നത്. എവിടെ നിന്നൊക്കെ വരുന്നുണ്ട്? x1 നിന്ന് വരുന്നുണ്ട്. അപ്പം x1 to x2, അപ്പോൾ 1 to 2 ആണ്. അപ്പോൾ 1 to 2 എന്ന് പറയുമ്പോൾ ഫോർവേഡ് പാത്ത് ആണ്. അപ്പോൾ 1 to 2 ഡയറക്റ്റ് വരയ്ക്കുക. 1 to 2 അതിന്റെ ഗെയിൻ എന്താണ്? ഡി ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഡി x1 എന്നുള്ളത് വരച്ചു. x2 ഈക്വൽ ടു ഡി ഗെയിൻ ആണ് x1. അപ്പോൾ 1 to 2 ആയതുകൊണ്ട് മെയിൻ പാത്തിൽ കൂടെ ഡ്രോ ചെയ്തു. ഇനി അടുത്ത എന്താണ്? x3 to x2 x3 to x2 ആണ്. അപ്പം 3 to 2 ആണ്. 3 to 2 വരുമ്പോഴത്തേക്ക് നമ്മൾ ഫീഡ്ബാക്ക് പാത്താണ് വരയ്ക്കേണ്ടത്. അതിന്റെ ഗെയിൻ എന്താണ്? ഇ ആണ്. ഓക്കെ, ഇത്രയാണ് നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻസ് വെച്ചിട്ടുള്ള സിഗ്നൽ ഫ്ലോ ഗ്രാഫ്. നോർമലി ഒരു മെയിൻ പാത്ത് കാണേണ്ടതാണ്. അപ്പം x3 ഇക്വേഷൻ കൂടെ തരേണ്ടതാണ്. x3 ഈക്വൽ ടു ഇപ്പം എഫ് x2 ആണെങ്കിൽ എങ്ങനെ വന്നാലും 2 to 3 ആയതുകൊണ്ട് ഇങ്ങനെ ഒരു പാത്ത് വന്നതിന് അതിന്റെ ഇത് എഫ് ആയിട്ട് എഴുതിയത്. നമുക്ക് ആ ഇക്വേഷൻ തന്നിട്ടില്ല, ഇവിടെ രണ്ടെണ്ണേ തന്നിട്ടുള്ളൂ. അപ്പം ഇത്രയാണ്. ഈ ഡോട്ടർ ഒഴിച്ച് ബാക്കി വരുന്നതാണ് അതിന്റെ സിഗ്നൽ ഫ്ലോ ഗ്രാഫ് എന്ന് വരുന്നത്. അപ്പം നമുക്ക് സിഗ്നൽ ഫ്ലോ ഗ്രാഫ് എസ് ആയിട്ട് നോർമൽ ചോദിക്കാറും ഉണ്ട്. അപ്പം മേസൺസ് ഗെയിൻ ഫോമിൽ അപ്ലൈ ചെയ്ത്
റിഡക്ഷൻ മേസൺ ഗെയിൻ ഫോമുല അപ്ലൈ ചെയ്ത് ഓവറോൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ചോദിക്കാറുണ്ട്. അപ്പോഴും ചിലപ്പോൾ ഇതുപോലെ ഓൾജിബ്ര ഇക്വേഷൻ ആയിരിക്കും തന്നിരിക്കുന്നത്, ചിലപ്പം സിഗ്നൽ ഫ്ലോ ഗ്രാഫ് ആക്ട് ചെയ്തിട്ടില്ല. അപ്പൊ അതിന്റെ കേസിൽ നമ്മൾ ഓൾജിബ്രാക് ഇക്വേഷനിൽ നിന്ന് സിഗ്നൽ ഫ്ലോ ഗ്രാഫിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന മെത്തേഡ് അറിഞ്ഞിരിക്കണം. അപ്പൊ എങ്ങനെയായിരുന്നു മെത്തേഡ്? തന്നിരിക്കുന്ന ഓൾജിബ്രാക് ഇക്വേഷൻ നോക്കുക, അതിനകത്ത് ഇപ്പം വേരിയബിൾസ് ഇപ്പം x1 x0 ടു എത്ര വേരിയബിൾസ് ഉണ്ടെന്ന് നോക്കുക. അപ്പൊ ഇവിടെ x0 ടു x3 ഉണ്ട്, അതിനെ നമ്മൾ നോട്ട്സ് ആയിട്ട് മാർക്ക് ചെയ്യും. അതുപോലെ ABC എന്ന് പറഞ്ഞ ഗെയിൻ ആയിട്ട് മാർക്ക് ചെയ്യും. ആദ്യമേ നോഡെല്ലാം മാർക്ക് ചെയ്തു, എന്നിട്ട് ഫസ്റ്റ് x1ലേക്ക് വരുന്ന ഓൾജിബ്രാക് സമ്മ് ഇപ്പം x0 എന്ന് വരുന്നുണ്ട്, 0 ടു 1 ആയതുകൊണ്ട് ഈ പാർട്ടി കൂടെ മാർക്ക് ചെയ്തു, അതിന്റെ ഗെയിൻ A മാർക്ക് ചെയ്തു. അടുത്ത x1 ടു x1 സെൽഫ് ആണ്, അതിന്റെ ഗെയിൻ B മാർക്ക് ചെയ്തു. അടുത്തത് x2 ടു x1 ആണ്, അപ്പം ഫീഡ്ബാക്ക് പാത്ത് ആണ്, അതിന്റെ ഗെയിന് C മാർക്ക് ചെയ്തു. അടുത്ത സെക്കൻഡ് ഇക്വേഷനകത്ത് dx1 ആണ്, അപ്പം 1 ടു 2 ആണ്, അപ്പം 1 ടു 2 എന്ന് പറയുമ്പോൾ ഫോർവേഡ് പാത്ത് ആണ്, അതിന്റെ ഗെയിൻ D മാർക്ക് ചെയ്തു. അടുത്ത പ്ലസ് x3 ആണ്, അപ്പം x3 ടു x2 ആണ്, അപ്പം x3 ടു x2 നമ്മൾ ഫീഡ്ബാക്ക് പാത്ത് വരച്ചു, അതിന്റെ ഗെയിന് E മാർക്ക് ചെയ്തു. ഇതാണ് അതിന്റെ സിഗ്നൽ ഫ്ലോ ഗ്രാഫ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസിങ് ബ്ലോക്ക് റിഡക്ഷൻ ടെക്നിക് ഫൈൻഡ് CS ബൈ RS ഓഫ് ദ ഗിവൺ സിസ്റ്റം. നമുക്കൊരു ബ്ലോക്ക് ഡയഗ്രം തന്നിട്ടുണ്ട്, അപ്പോൾ അതിന്റെ C(s) ബൈ R(s) ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അതായത് ഓവറോൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പം ഈ ബ്ലോക്ക് ഡയഗ്രത്തിന് നമുക്കൊന്ന് റീഡ്രോ ചെയ്യാം. ഓക്കെ, ഇവിടെ പ്ലസ് മൈനസ് അഗെയിൻ പ്ലസ് മൈനസ്, ഇവിടെ G1 ഉണ്ട്. ഓക്കെ, ഈ പാത്ത് ഈ ഒരു നോഡിൽ നിന്ന് H1 പോകുന്നുണ്ട്, അതുപോലെ ആ സെയിം നോഡിൽ നിന്ന് H2 പോകുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതിനെ രണ്ട് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വരയ്ക്കാൻ പറ്റും. ഓക്കെ, ഇതിലേക്ക് H1 ഈ സെയിം തന്നെയല്ലേ, അപ്പൊ നമുക്ക് ഇങ്ങനെ മാറ്റി വരയ്ക്കാം. ഇതിലേക്ക് കൂടെ എന്തുണ്ട്, H2 ഉണ്ട്. അത് എങ്ങോട്ടാ പോകുന്നത്? ഈ കമ്പറേറ്ററിലേക്കാണ് പോകുന്നത്. ഇൻപുട്ട് R(s), ഔട്ട്പുട്ട് C(s) ആണ്. ബ്ലോക്ക് റിഡക്ഷൻ ടെക്നിക്കിന്റെ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതിന്റെ റൂൾസ് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിനകത്താണെങ്കിൽ ട്രിക്സ് ഒക്കെ വെച്ചിട്ടുള്ള അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് നോക്കുക, അപ്പം ഈ ഇന്നർ കാണുന്നത് ഒരു ഫീഡ്ബാക്ക് പാത്ത് ആണ്. അപ്പം നമ്മൾ ഇങ്ങനത്തുള്ള പ്രോബ്ലം ചെയ്യുമ്പോഴത്തേക്ക് ഏത് റൂളാണ് അപ്ലൈ എന്നുള്ളത് കൃത്യമായിട്ട് എഴുതണം. അപ്പോൾ സ്റ്റെപ്പ് 1 അപ്ലൈയിങ് എന്താണ്? അപ്ലൈയിങ് ഫീഡ്ബാക്ക് റൂള്, അപ്ലൈയിങ് ഫീഡ്ബാക്ക് റൂൾ, ഈ പാത്തിലാണ് ഫീഡ്ബാക്ക് റൂൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഫീഡ്ബാക്ക് റൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർവേഡ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഡിവൈഡ് ബൈ 1, നെഗറ്റീവ് ഫീഡ്ബാക്ക് ആകുമ്പോൾ പ്ലസ് വരും, പിന്നെ ഫോർവേഡ് ഇൻറ്റു ഫീഡ്ബാക്ക്, അതായത് G1 H1 എന്ന് വരും. ഓക്കെ, ഇതൊരു സ്റ്റാൻഡേർഡ് റിസൾട്ട് ആണ്. ഫോർവേഡ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആണ് ഈ പാത്ത് എന്ന് പറയുന്നത്. G1 ഡിവൈഡ് ബൈ, ഇവിടെ നെഗറ്റീവ് ആയതുകൊണ്ട് ഇവിടെ പ്ലസ് വന്ന് പ്രോഡക്റ്റ് ഓഫ് ദീസ് ടു G1 ആൻഡ് H1. നമുക്ക് ഈ ഒരു ബ്ലോക്കിന് ഈ ഒരു ടേം വെച്ച് റീപ്ലേസ് ചെയ്യാം. ദാറ്റ് ഈസ് G1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് G1 H1 എന്നുള്ള ഒറ്റ സിംഗിൾ ബ്ലോക്ക് ആയിട്ട് നമുക്ക് ഇതിനെ റെപ്രസെന്റ് ചെയ്യാം. ഇനി ബാക്കി റിമൈനിങ് എന്താണ്? ഇവിടെ ഒരു ഫീഡ്ബാക്ക് പാത്ത് ഉണ്ട്, പ്ലസ് മൈനസ് അഗെയിൻ ഉണ്ട്. ഇത് ഇവിടുന്ന് ഒരു ഫീഡ്ബാക്ക് H2 ആണ്, ഇങ്ങനെ വരും. ഓക്കെ, വിത്ത് ഇൻപുട്ട് R(s) ആൻഡ് ഔട്ട്പുട്ട് C(s). നമ്മൾ ഈ ഒരു ബ്ലോക്കിന് ഫീഡ്ബാക്ക് റൂൾ അപ്ലൈ ചെയ്ത് G1 ഡിവൈഡ് ബൈ 1 പ്ലസ് G1 H1 എന്ന് എടുക്കും. ഇനി അഗെയിൻ ഇതെന്താണ്? ഇത് ഒരു ഫീഡ്ബാക്ക് കണക്ഷൻ ആണ്. അപ്പോൾ ഫീഡ്ബാക്ക് റൂൾ അപ്ലൈ ചെയ്യാം. ഓക്കെ, സ്റ്റെപ്പ് 2 അഗെയിൻ അപ്ലൈയിങ് ഫീഡ്ബാക്ക് റൂളിന് ദിസ് പാത്ത്. അപ്പോൾ അവിടെ എന്താ വരുന്നത്? ഫോർവേഡ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ. ഇവിടെ G1 പകരം ഈ ഒരു ടേമാണ് വരുന്നത്. അപ്പം ഫോർവേഡ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ G1 ഡിവൈഡ് ബൈ 1 പ്ലസ് G1 H1 എന്നാണ് ഈ ടേം. നേരത്തെ ഇവിടെ G1 ഉള്ളായിരുന്നു, അപ്പോൾ ആ ഒരു പാത്തിൽ G1 ഡിവൈഡ് ബൈ 1 പ്ലസ് G1 H1 ആണ്. അപ്പം ഫോർവേഡ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഡിവൈഡഡ് ബൈ 1, ഇവിടെ നെഗറ്റീവ് ഫീഡ്ബാക്ക് ആയതുകൊണ്ട് പ്ലസ്. ഇനി എന്ത് ചെയ്യണം? ഇതിൻ്റെ കൂടെ പ്രൊഡക്റ്റ് നമ്മൾ നേരത്തെ G1 H1 അല്ലേ എടുത്തത്, അതുപോലെ ദിസ് ടേം ഇൻറ്റു H2 എന്നുള്ളത് വരും. ദാറ്റ് ഈസ് G1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് G1 H1 ഇൻറ്റു ദിസ് H2 എന്ന് വരും. ഇത് സിംപ്ലിഫൈ ചെയ്യണം. ദിസ് ഈസ് ഈക്വൽ ടു ന്യൂമറേറ്റർ അതുപോലെ എഴുതുകയാണ്, G1 ഡിവൈഡ് ബൈ 1 പ്ലസ് G1 H1 ഡിവൈഡ് ബൈ, നമ്മളിവിടെ LC എടുക്കുമ്പോഴത്തേക്ക് ഇവിടെ എന്ത് വരും? 1 പ്ലസ് G1 H1 ആണ് വരുന്നത്. LC എടുക്കുമ്പോഴത്തേക്ക് ഇവിടെ 1 ഇൻറ്റു ആ ടേം വരും, 1 പ്ലസ് G1 H1 പ്ലസ് ഇവിടെ G1 H2 ഹോൾ ഡിവൈഡ് ബൈ ഈ ടേം, ദാറ്റ് ഈസ് 1 പ്ലസ്
G1H1 എന്ന് വരും. നമ്മളിവിടെ LC എടുക്കുകയാണ്. അപ്പോൾ 1 പ്ലസ് സിസ്റ്റം എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ ഡിനോമിനേറ്റർ 1 പ്ലസ് G1H1 ആണ്. അപ്പോൾ അതിങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ 1 പ്ലസ് G1H1 പ്ലസ് G1H2 ഹോൾ ഡിവൈഡ് ബൈ 1 പ്ലസ് G1H1 വരും. ഇതിന്റെ കേസിൽ ഈ 1 പ്ലസ് G1H1ഉം ഈ 1 പ്ലസ് G1H1ഉം ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ റിമൈനിങ് വരുന്നത് G1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് G1H1 പ്ലസ് G1H2 ആണ്. ഇതാണ് അതിന്റെ ഫൈനൽ ആൻസർ. G1 ഡിവൈഡ് ബൈ 1 പ്ലസ് G1H1 പ്ലസ് G1H2. ഇതും 3 മാർക്സിന് പാർട്ട് എയിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഈസി ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിട്ട് 2 ഫീഡ്ബാക്ക് റൂൾ അപ്ലൈ ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ റൂൾ അപ്ലൈ ചെയ്യുമ്പം എവിടെയാണ് റൂൾ അപ്ലൈ ചെയ്യുന്നുള്ളതും ഏത് റൂളാണെന്നുള്ളതും കൃത്യമായിട്ട് എഴുതണം.